വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ 3 പേരും ഇവിടെ അടിപൊളിയായി പോകുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മൾ ഫുൾ ഗെയിം സെൻറ്ററിൽ അടിച്ചു പൊളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫെറീസ് വീലാണ്. ഞങ്ങൾ മോൺട്രിയലിൽ ഇതിനു മുൻപ് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ആ വീലിൽ കയറിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കാർ അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കാൻ തീരുമാനിച്ചു. പക്ഷെ പകുതി വഴിയിൽ എത്തിയപ്പോഴാണ് എന്തുകൊണ്ട് കഴിച്ചിട്ട് നടന്നുകൂടാന്നുള്ളൊരു ആലോചന വന്നത്. കാരണം ഡിന്നർ കഴിക്കാറായി. ഈ വെളിച്ചം കാണുന്ന പോലെയല്ല, രാത്രി ആയിട്ടുണ്ട് സമയം. ഞങ്ങൾ കയറുന്നത് ഒരു തായ് റെസ്റ്റോറൻറ്റിലാണ്. ഇതിനു മുമ്പ് ഇവർ രണ്ടാളും ഇവിടെ പോയിട്ടുണ്ട്. നല്ല ഫുഡാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അടിപൊളി ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു. ആ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. ഇതാ ഇവിടെ എന്തൊക്കെ കഴിക്കണമെന്ന് കാര്യമായി തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 4 പേരും 4 ഐറ്റവും പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നൂഡിൽസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ ചെന്നപ്പോൾ ഇവിടുത്തെ നൂഡിൽസ് ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന്. പ്രജേട്ടൻ പറഞ്ഞത് ഒരു ജിഞ്ചർ ചിക്കൻ അങ്ങനത്തെ ഒരു ഐറ്റം ആയിരുന്നു. സൂര്യ ഒരു കാഷ്യൂ ചിക്കനും, പ്രവേട്ടൻ റെഡ് കറി ആയിരുന്നു. നല്ല അടിപൊളി ലൈറ്റും എല്ലാം അടിപൊളിയായിരുന്നു അവിടെ. ഫസ്റ്റ് ഞങ്ങൾ പറഞ്ഞത് ചിക്കൻ സാറ്റൈ ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഒരു പീനട്ടിൻ്റെ ഒരു സോസ് തന്നു. അതും കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു. ആദ്യത്തെ വായ എന്നിട്ട് അവിടെ ഫസ്റ്റ് സൂര്യയുടെ ഐറ്റാണ് എത്തിയത്, കാഷ്യൂ ചിക്കൻ. കാണാൻ അടിപൊളിയായിരുന്നു. കൂട്ടത്തിൽ പ്രജേട്ടൻ്റെ ആയിരുന്നു കുറച്ച് ടേസ്റ്റ് കുറവുണ്ടായിരുന്നത്. ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ബാക്കിയുള്ളവരുടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കുറവ്. പക്ഷെ പ്രജേട്ടൻ്റെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അത് സങ്കടം കൊണ്ട് പറഞ്ഞതാണോ എന്നറിയില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ടേസ്റ്റ് ഉണ്ടായിരുന്നത് പ്രവിയേട്ടൻ്റെ ആയിരുന്നു. റെഡ് കറി അടിപൊളിയായിരുന്നു. നമ്മൾ മലയാളികളായതുകൊണ്ടാണോ എന്നറിയില്ല, അതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടമായത്. ഇത്രയും നമ്മൾ ഫുഡ് കഴിച്ചതിന് $164 കേട്ടോ ആയത്. ഇനി നമ്മുടെ ലക്ഷ്യം ഫെറീസ് വീലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ മെട്രോ പിടിച്ചിട്ടാണ് ഫെറീസ് വീൽ കാണാൻ വേണ്ടി പോകുന്നത്. ഇതൊരു പഴയ മെട്രോ സ്റ്റേഷനാണ്. നമുക്ക് ഒരുപാട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങാനുണ്ടായിരുന്നു. അതെ, ഇത് ശരിക്കും ഭൂമിക്ക് അടിയിലാന്ന് പറയാം. കാരണം ഞങ്ങൾ ഓരോ ഫ്ലോറായി ഇങ്ങനെ ഇറങ്ങി പോവുമായിരുന്നു. അതും ഓരോ ഫ്ലോറും തമ്മിൽ നല്ല ഹൈറ്റും ഉണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മെട്രോ കയറുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് മെട്രോ യാത്രയാണ് ഇത്. ഞാൻ ഫസ്റ്റ് ഇത് ഓട്ടോമാറ്റിക്കാന്ന് വിചാരിച്ചു, പക്ഷെ നമ്മളത് തള്ളിയാലേ പോകുള്ളൂ.
Bonne aventure. മിഴി നാട്ടിൽ നിന്ന് കയറിയതാണ് മെട്രോയില്. ഇപ്പോഴൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. ഓ ശരിയാ, മോയ്സ്ചർ ഷെല്ല്. ഓ ഫ്രണ്ടിൽ നോക്കിയാലാണ് അത് കരടിയാന്ന് നേരെ മനസ്സിലാവുന്നുള്ളൂ. ഇവിടെ നിന്ന് നോക്കിയാലോ നേരെ കാണുന്നത് ഓയിസ്റ്ററിന്റെ ഷെല്ലോണ്ട് ഉണ്ടാക്കിയ കരടി. ഉണ്ണി കം കം, ഉണ്ണി കം. ദാ കാണുന്ന വീലിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. Where da? This way. You want to go into that big giant well? Okay. ഈ വീലുള്ളത് മോൺട്രിയലിലെ ഓൾഡ് പോർട്ടിലാണ്. കാനഡയിലെ തന്നെ ടോളസ്റ്റ് ഫെറിസ് വീലും ഇത് തന്നെയാണ്. ഇതിൻ്റെ ഹൈറ്റോ 60 മീറ്ററും. സാധാരണ ഈ ഭാഗത്തൊക്കെ വെള്ളം ഉണ്ടാവുന്നതാണ്. പക്ഷെ ഞങ്ങൾ പോയ അന്ന് അവിടെ ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഇതിൽ കയറിയിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം കയറണമെന്ന്. അവിടെ എഴുതി വച്ചിരിക്കുന്നത് $26 പക്ഷെ ടാക്സും കൂടി ചേർത്ത് നമുക്കൊരു $30 വരും ഒരാൾക്ക്. പ്രവീണും സൂര്യയും ഇതിനു മുൻപ് ഇതിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളോട് പോയിട്ട് വരാൻ പറഞ്ഞു. ഇതാ ഞങ്ങളിങ്ങനെ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ്. ക്യൂ നിന്നിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. ഉണ്ണിഷ്ടായോ? മേഴ്ക്കുട്ടി അത് വെറും അഭിനയാണ്. ഒരു പേടി അവൾക്ക് ഉണ്ടായിരുന്നില്ല. മേലെ നിന്ന് നോക്കുമ്പോൾ ഉള്ള ആ കാഴ്ച അടിപൊളിയായിരുന്നു. പക്ഷെ കുറച്ച് നേരം ഇത് മേലെ നിർത്തും. അപ്പം ചെറുതായി ഒന്ന് ആടുന്ന പോലെ തോന്നി എനിക്ക്. അപ്പം ഞാൻ ചെറുതായി ഒന്ന് പേടിച്ചു. ആടിയപ്പോഴേ ഈ പാലത്ത് കൂടിയാണോ നമ്മൾ വന്ന് ആയിരിക്കില്ലേ? ആ പാലത്ത് കൂടെ അല്ലേ വന്ന്? അതാ ചേച്ചി മാമ ഇരിക്കണം. അതാണ്ടോ അവർക്ക് പക്ഷെ നമ്മളെ കാണും. എന്നിട്ട് എന്റെ ഉണ്ണി കഴിച്ചോളുന്ന റെസ്റ്റോറന്റ് ഈറ്റിംഗ് സംതിങ് റെസ്റ്റോറന്റ് കണ്ടിട്ടേ. ഇപ്പൊ നമ്മള് മേലെത്തിയണ്ട. മിഴി നന്നായി എൻജോയ് ചെയ്തു. അവള് 4 പുറം നോക്കി കാണുന്നുണ്ടായിരുന്നു. Yes, Unni. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മുടെ കാറ് വരെ നമുക്ക് നടക്കാനുണ്ട് കുറച്ച്. ഇതാ ഇവിടെ ഇങ്ങനെയുള്ള ഷോപ്പ് പീസുകൾ ഒരുപാടുള്ള കടകളുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ക്ലോസ് ചെയ്തിരുന്നു. കാരണം നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു.
ആ ഭാഗം ഫുൾ ഇങ്ങനത്തെ കടകൾ തന്നെയായിരുന്നു. ആ സൈഡിലും ഇതേപോലത്തെ കടകളാ അല്ലേ? ആ സൈഡും ഈ സൈഡും. പക്ഷെ നടുവിൽ കണ്ടോ, നമ്മുടെ നാട് മാത്രമല്ല മക്കളെ, കാനഡയിലും മോൺട്രിയലും ഇങ്ങനെ തന്നെയാണ്. നടു റോഡ് മുഴുവൻ കൺസ്ട്രക്ഷൻ വർക്കാണ്. ഇത് മോൺട്രിയലിലെ ഒരു ഫേമസ് ചർച്ചാണേ. നല്ല ഭംഗിയുണ്ട് പുറത്തുനിന്ന് കാണാൻ തന്നെ. ഈ ഭാഗത്ത് മുഴുവൻ പഴയ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. അത് രാത്രിയിൽ കാണാനും നല്ല ഭംഗിയാണ്. ഈ സ്ഥലം നല്ല ലൈറ്റൊക്കെ ഇട്ട് ഒരു വേറെ ലെവലാണ്. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.